ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദേവുനന്ദ് ക്രിയേഷൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ കുറേ പടക്കമൊക്കെ വാങ്ങിയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. കമ്പിത്തിരി, പൂക്കുറ്റി, അങ്ങനത്തതൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ അധികം പൊട്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടുള്ള പടക്കങ്ങളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായില്ല. അത് പൂക്കുറ്റിൻ്റെ കുറേ വെറൈറ്റീസ്, കമ്പിത്തിരി അതിൻ്റെ വേറെ വേറെ കളറ്, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഇതാ കമ്പിത്തിരിയും പൂക്കുറ്റിയൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണിയൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ കണിയൊക്കെ വെച്ചു. അമ്മമ്മ തൊഴുകയാണ് കേട്ടോ. ഫസ്റ്റ് അമ്മ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അമ്മയും ഇന്നലെ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് അമ്മ കണ്ടതിന് ശേഷം അമ്മമ്മ കണ്ടു. പിന്നെ അമ്മമ്മ കണ്ടതിന് ശേഷം ചേച്ചിയാണ് കേട്ടോ കണ്ടത്. പിന്നെ ചേച്ചി നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ മേലെയും താഴെയും 2 സ്ഥലത്ത് വിളക്ക് കത്തിക്കാറുണ്ട്. പിന്നെ ചേച്ചി വന്നതിന് ശേഷം ഞാനാണ് കേട്ടോ കണി കണ്ടത്. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പോൾ പടക്കം പൊട്ടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് നമ്മൾ സാധാരണ കണിയിൽ വെക്കുന്നത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണന് നമ്മൾ തുളസിമാല നമ്മുടെ അമ്മമ്മ കോർത്ത അമ്മയും കൂടി മാറി കോർത്തെടുത്ത തുളസിമാലയൊക്കെ ചാർത്തി കൊടുത്തു. പിന്നെ മയിൽപ്പീലി വെച്ചു. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മളൊരു സിമ്പിളായിട്ടുള്ള വിഷുക്കണി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൊച്ചു വിഷുക്കണി. എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ അടുത്ത വിഷുവിന് അത് റെഡിയാക്കുന്നതായിരിക്കും. പിന്നെ അതിന് ഇടയിൽ നിങ്ങൾ പടക്കം പൊട്ടിക്കുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ നല്ല പേടിയുമാണ്. അതിനിടയിൽ അച്ഛനും അമ്മയും അച്ഛൻ്റെ കൈനീട്ടം അമ്മ തന്നിട്ടുണ്ടായ അച്ഛനും അമ്മമ്മയും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഇതിലില്ല. പിന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷുവിന് കൈനീട്ടം അവർക്ക് കൊടുക്കുന്നത്. ഈ വിഷുവിനല്ല, ആദ്യമായിട്ടാണ് ഞാൻ വിഷുവിന് ഇവർക്ക് കൈനീട്ടം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് എന്തോ ഒരു സ്പെഷ്യലുള്ള പോലെയായിരുന്നു. എന്തോ ഒരു സ്പെഷ്യലാണ് എനിക്ക്, എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എനിക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വേഗം പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. കമ്പിത്തിരി, പൂക്കുറ്റി അതൊക്കെ പൊട്ടിച്ചു. അപ്പം ഞാൻ ഈ പൂക്കുറ്റിയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങ് ഓടി നിൽക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. കത്തിക്കാൻ പേടിയെന്നല്ല, അതിൻ്റെ ആ മുകളിലേക്ക് പൊന്തുന്ന സാധനം മികത്ത് തീർക്കുമെന്നുള്ള പേടിയാണ്. അപ്പോൾ ഏച്ചിക്കും പേടിയാണ് കേട്ടോ. ഏച്ചി കമ്പിത്തിരി കൈ കൊണ്ട് പിടിക്കില്ല, കമ്പി പൊള്ളുന്നും പറഞ്ഞിട്ട് വാഴേൻ്റെ എന്തോ ഒരു സാധനം തണ്ടിൽ അത് കുത്തി കെട്ടിയിട്ടാണ് ചേച്ചിയും പൊട്ടിക്കാറ്. എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. ഏച്ചിക്കാണ് നല്ലോണം പേടി. അപ്പോൾ അമ്മ ബോംബൊക്കെ അതിനിടയിൽ അമ്മ ബോംബൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഒരു വലിയ ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കുമായിരുന്നു. വലിയ ഷീറ്റ് ഉണ്ടെങ്കിലും എനിക്ക് പേടിയാണ് കേട്ടോ, പൊട്ടിക്കാൻ പേടിയാണ്. പിന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം പടക്കമൊക്കെ പൊട്ടിച്ചു. കമ്പിത്തിരി തന്നെ ഞാനിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാണ്ട്, എനിക്ക് വേറെ പടക്കം പൊട്ടിക്കാനില്ല. കമ്പിത്തിരി, പൂക്കുറ്റി അങ്ങനത്തെ മാറി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ചറപറ ബോംബ് അങ്ങനത്തെ അമ്മയാണ് പൊട്ടിച്ചത്. എനിക്ക് അങ്ങനത്തെ പൊട്ടിക്കാൻ പേടിയാണ് കേട്ടോ. പിന്നെ അമ്മയും കുറച്ച് പൂക്കുറ്റിയും കമ്പിത്തിരിയും ഒക്കെ പൊട്ടിച്ചു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലൈറ്റൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വല്ലാത്ത പുകയും ആയിരുന്നു ഗൈസിൻ്റെ. അപ്പോൾ ഭയങ്കര പുകയായിരുന്നു. പിന്നെ അമ്മമ്മ നല്ലോണം വിരിച്ച് 2 കയ്യിലും നമ്മൾ കമ്പിത്തിരി ഞാൻ കറക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഞാനും അമ്മയും കൂടിയിട്ട് കാപ്പാട്ടിക്കാവ് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും അമ്മമ്മയും കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ബ്ലാക്ക് ധവണിയിൽ പോകുന്നതാണ് ഗൈസ് ഞാൻ. അപ്പോൾ ആ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും വരുന്നൊരു അമ്പലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്, ഞങ്ങളെന്തോ മിസ് ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറ്. അപ്പോൾ ഈ അമ്പലത്തിൽ നമുക്ക് എപ്പോൾ 1 രൂപ കൈനീട്ടം കിട്ടാറുണ്ട്. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉത്സവ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കടയിൽ കയറിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. 2 ഇട്ടാപ്പൊട്ടി മാത്രം വാങ്ങിയിട്ട് തിരിച്ച് വന്നു. പിന്നെ ചേച്ചി ശാസ്താംകോട്ട അമ്പലത്തിനാണ് കേട്ടോ വന്നത്. ഞങ്ങൾ അടുത്തുള്ളൊരു അമ്പലമാണ്. പിന്നെ അവിടുന്ന് പ്രസാദമായിട്ട് ഉണ്ണിയപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. പിന്നെ മലർമാതിൻ കാന്തൻ വസുദേവ എന്ന് പറഞ്ഞ ആ പാട്ടിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്.
പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ണി കാണാതെന്ന് പറഞ്ഞ സോങ്ങിനായിരുന്നു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ സോങ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ സോങ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിന് നമ്മൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സോഡ കുടിക്കാൻ കേട്ടോ, ഉപ്പും നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് സോഡ കുടിക്കാൻ. എനിക്ക് ഈ സോഡ അത്ര വലിയ ഇഷ്ടമല്ല, കുറച്ച് അധികം ഇഷ്ടമല്ല. അപ്പം അമ്മമ്മക്ക് ഈ ബാലൻസിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് അമ്മമ്മ കുടിക്കും നല്ലോണം. ഏച്ചിക്കും അമ്മക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അധികം ഇഷ്ടമല്ല, കുറച്ച് ഞാൻ ഏച്ചിക്ക് കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഈ സോഡയോട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ കുടിക്കുക. ഒറ്റയടിക്ക് വല്ലതും ഫുള്ളും കുടിച്ച് തീർക്കില്ല. പിന്നെ വിഷു ആയതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ നോൺ വെജ് ആണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. അപ്പം അമ്മ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അമ്മമ്മ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യും, അമ്മ നെയ്ച്ചോറ് ഇതാക്കും. പിന്നെ നമ്മളെ ദമ്മൊക്കെ ഇട്ട് നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ സോഡ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ബൗളിലേക്ക് മാറ്റി കേട്ടോ, കുറച്ച് ബിരിയാണി കുറച്ച് ബൗളിലേക്ക് മാറ്റി. കാരണം ഇത് നമ്മൾ ഫുള്ളും കയ്യിലിട്ട് ഇറക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് തന്നെ ബിരിയാണി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പായസത്തിലേക്ക് കടന്നു. 2 വിധ പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസവും പ്രഥമനും. എനിക്ക് പ്രഥമൻ ഇഷ്ടമാണെങ്കിലും കൂടുതലും ഇഷ്ടം എനിക്കും ചേച്ചിക്കും പാൽപ്പായസമാണ്. അമ്മമ്മക്കും പ്രഥമനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്ക് പാൽപ്പായസമാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പായസമൊക്കെ ആക്കി അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തിട്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ചൂടോടെ നല്ല ബിരിയാണി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൈ ഞങ്ങളിവിടെ മാങ്ങയൊക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ മാങ്ങ പഴുത്തത് കിട്ടിയപ്പോൾ ഞാൻ അരിഞ്ഞപ്പോൾ എൻ്റെ കൈയും കൂടി ചേർത്ത് അരിഞ്ഞതാണ്. അപ്പോൾ ആടെ അരിഞ്ഞപ്പോൾ അത് കൈ കെട്ടിയതാണ് കേട്ടോ. ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ ചുറ്റിയതാണ്. നാരങ്ങ പിഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തട്ടി നല്ലോണം നേരിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കെട്ടി വെച്ചതാണ്. പിന്നെ എല്ലാവർക്കും ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ അമ്മേനെയും അമ്മമ്മേനെയും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. പിന്നെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ നല്ല വിളക്ക് കത്തിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ കണി വെച്ചത് തന്നെ അവർ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കണി വെച്ച പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചിയും ഞാനും കുറച്ച് സമയം ഫോണൊക്കെ കണ്ടു, കുറച്ച് സമയം കാണാറുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോഴും ഞങ്ങൾ വീട്ടിൽ അവിടെയൊക്കെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാറുണ്ട്, എലിവാണത്തിൻ്റെയൊക്കെ. പിന്നെ അച്ഛൻ അങ്ങ് അബ്രോഡ് ആയതുകൊണ്ട് അച്ഛൻ അവിടെ സദ്യയാണ് കേട്ടോ, നല്ല അടിപൊളി കിടിലൻ സദ്യയാണ് ഒരുക്കിയത്. അപ്പോൾ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ സദ്യയൊക്കെ വിളമ്പിയിട്ട് കഴിക്കുകയാണ്. അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സുമാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വിഷു കൊടിയൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അച്ഛനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാസ നായകനെ പോലെ വലിയൊരു ചോറ് എടുത്തിട്ട് വലിയ ചെമ്പിൽ ചോറ് എടുത്തിട്ട് വരുന്നതാണ് ഗൈസ് മൈ ഫാദർ. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും ചോറ് വിളമ്പുന്നുണ്ട്. ഇവരൊക്കെ ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇവരെല്ലാവരും മാറി മാറി ഉണ്ടാക്കിയതാണ്. വീഡിയോ ഇത്രയും ലൈക്ക് ചെയ്യുക, ഷെയർ